ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ജനറൽ ക്രോസിംഗ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. ജനറൽ ക്രോസിംഗ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. NI ആക്ടിൻ്റെ ഏത് വകുപ്പിലാണ് ജനറൽ ക്രോസിംഗ് വരുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ 123, 123, സെക്ഷൻ നമ്പർ 123. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? കേരളത്തിലെ സഹകരണ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണ്? കേരളത്തിലെ സഹകരണ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണ്? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? ആൻസർ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. അടുത്ത ചോദ്യം, ഡാഷ് ഹെൽപ്സ് ടു ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. ഡാഷ് ഹെൽപ്സ് ടു ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. ആൻസർ കണ്ടിന്യൂസ് ഓഡിറ്റ്. തെറ്റുകൾ വേഗത്തിലും എളുപ്പത്തിലും കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഓഡിറ്റ് ഏതാണ്? ആൻസർ കണ്ടിന്യൂസ് ഓഡിറ്റ്. അടുത്ത ചോദ്യം, ഹൂസ് കണ്ടക്ട്സ് ദ ഓഡിറ്റ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്? Who conducts the audit in state government department? സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. Who conduct the audit in state government department? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. അടുത്ത ചോദ്യം, the first duty of the auditor is to dash. The first duty of the auditor is to dash. ഓഡിറ്ററുടെ പ്രാഥമിക കർത്തവ്യം എന്ന് പറയുന്നത് ഏതാണ്? The first duty of the auditor is to dash. Answer verification of cash balance. Answer verification of cash balance. The first duty of the auditor is to verification of cash balance. അടുത്ത ചോദ്യം, പർച്ചേസ്ഡ് ഫർണിച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. പർച്ചേസ് ഫർണിച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻസർ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസ്ഡ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയത് ഏതിന് ഉദാഹരണമാണ്? ഏത് തെറ്റിന് ഉദാഹരണമാണ്? ആൻസർ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അടുത്ത ചോദ്യം, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇൻ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇൻ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് എന്നതാണ് ചോദ്യം. ആൻസർ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദി റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. ആൻസർ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അടുത്ത ചോദ്യം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. ചോദ്യം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. ആൻസർ കോർപ്പറേഷൻ എമംഗ് കോർപ്പറേറ്റീവ്സ്. വായ്പയെ വിപണനവുമായി ബന്ധിപ്പിക്കൽ സഹകരണത്തിൻ്റെ ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ആൻസർ കോർപ്പറേഷൻ എമംഗ് കോർപ്പറേറ്റീവ്സ്.
കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, കോയിൻസ് റിലേറ്റഡ് ടു ഡാഷ്. കോയിൻസ് റിലേറ്റഡ് ടു ഡാഷ്. കോയിൻസ് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ചോദ്യം, കേര മിൽക്ക് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. കേര മിൽക്ക് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. കേര മിൽക്ക് എന്നത് ആര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വ്യാപാര നാമമാണ്? ആൻസർ കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. കേര മിൽക്ക് എന്നത് കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉൽപ്പന്നമാണ്. അടുത്ത ചോദ്യം, ICDP was implemented by NCDC with the financial assistance of. ICDP was implemented by NCDC with the financial assistance of dash. Answer NABARD and central government. NCDP was implemented by NCDC with the financial assistance of. Answer NABARD and central government. അടുത്ത ചോദ്യം, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ ആർ കാൾഡ് ഡാഷ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ ആർ കാൾഡ്. കൺസ്യൂമർ സഹകരണ സ്റ്റോറുകളെ ഇന്ത്യയിൽ എന്താണ് വിളിക്കുന്നത്? ഇന്ത്യയിലെ കൺസ്യൂമർ സഹകരണ സ്റ്റോറുകളെ എന്താണ് വിളിക്കുന്നത്? ആൻസർ വാർ ടൈം ബേബീസ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ ആർ കാൾഡ് വാർ ടൈം ബേബീസ്. ആൻസർ വാർ ടൈം ബേബീസ്. അടുത്ത ചോദ്യം, ന്യൂട്രിക്കോ ഈസ് ദി ബ്രാൻഡ് നെയിം ഓഫ് ദി കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ന്യൂട്രിക്കോ ഈസ് ദി ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻസർ റെപ്കോ. ന്യൂട്രിക്കോ ഈസ് ദി ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻസർ റെപ്കോ. റെപ്കോ ആണ് ന്യൂട്രിക്കോ എന്ന ബ്രാൻഡിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂട്രിക്കോ എന്ന പേരിലുള്ള വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് റെപ്കോ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്യൂമർ ഫെഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്യൂമർ ഫെഡ്. താഴെ 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതിലേതാണ് കൺസ്യൂമർ ഫെഡുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻസ് ത്രിവേണി സ്റ്റോർ, നീതി സ്റ്റോർ, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ. ത്രിവേണി സ്റ്റോർ, നീതി സ്റ്റോർ, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ. ഇതിൽ ഏതാണ് കൺസ്യൂമർ ഫെഡുമായി റിലേറ്റ് ചെയ്യാത്തത്, ബന്ധമില്ലാത്തത്? ആൻസർ മാവേലി സ്റ്റോർ. മാവേലി സ്റ്റോറാണ് കൺസ്യൂമർ ഫെഡുമായി ബന്ധമില്ലാത്തത്. ആൻസർ മാവേലി സ്റ്റോർ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് സ്കീം ആർ ഫിനാൻസ്ഡ് ബൈ. ഓപ്പറേഷൻ ഫ്ലഡ് സ്കീംസ് ആർ ഫിനാൻസ്ഡ് ബൈ. ഓപ്പറേഷൻ ഫ്ലഡ് സ്കീംസ് ആർ ഫിനാൻസ്ഡ് ബൈ. ആൻസർ NDDB. ആൻസർ NDDB. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് NDDB ആണ്. അടുത്ത ചോദ്യം, NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ. NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ. ആൻസർ 1962. 1962. 1962. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. താഴെ പറയുന്നവയിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത് ഏതാണ്? കാരേജ് ഇൻവേർഡ്, കാരേജ് ഔട്ട്വാർഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്.
Which of the following account shows a credit balance? Carriage inward, carriage outward, discount allowed, discount received. ആൻസർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ഈ പറഞ്ഞതിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ഈ പറഞ്ഞതിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ആൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ആൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്? താഴെ പറയുന്നവയിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ, സെയിൽസ്, പർച്ചേസ്, ക്യാഷ്. ക്യാപിറ്റൽ, സെയിൽസ്, പർച്ചേസസ്, ക്യാഷ്. ക്യാപിറ്റൽ ആണോ, സെയിൽസ് ആണോ, പർച്ചേസസ് ആണോ, ക്യാഷ് ആണോ? ആൻസർ ക്യാഷ്. താഴെ പറയുന്നവയിൽ ഏതാണ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. അടുത്ത ചോദ്യം, ഇൻ എ സോൾ ട്രേഡേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ്. എ സോൾ ട്രേഡേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ്. ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്സിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ സോൾ ട്രേഡർ നടത്തുന്ന ഒരു ബിസിനസ്സിൽ അസറ്റ് ബാലൻസ് ഷീറ്റിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ആൻസർ ലിക്വിഡിറ്റി. ആൻസർ ലിക്വിഡിറ്റി. ആൻസർ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓരോ അസറ്റും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെ എത്രയും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന പ്രോസസ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിൻ്റെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഡേ ബുക്ക്. ആൻസർ ഡേ ബുക്ക്. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ ഡേ ബുക്ക്. ഡേ ബുക്ക് ഈസ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ചോദ്യം, The purpose of creating provision is a dash. The purpose of creating provision is a dash. The purpose of creating provision is a dash. Provision മാറ്റിവെക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആൻസർ നോൺ ലയബിലിറ്റി. ആൻസർ നോൺ ലയബിലിറ്റി. The purpose of creating provision is a non liability. നോൺ ലയബിലിറ്റി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, CRR denotes for. CRR denotes for. CRR എന്ന് പറയുന്നത് ഏതിൻ്റെ ചുരുക്കരൂപമാണ്? ആൻസർ ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് CRR. ക്യാഷ് റിസർവ് റേഷ്യോ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് CRR. അടുത്ത ചോദ്യം, The change in the value of current asset is called. Change in the value of current asset is called. Answer fluctuation. Answer fluctuation. കറൻറ്റ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനത്തെ എന്താണ് പറയുന്നത്? കറൻറ്റ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിന് പറയുന്നത് ഫ്ലക്ച്വേഷൻ എന്നാണ്. അടുത്ത ചോദ്യം, നരേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. നരേഷൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ആൻസർ ജേണൽ. ജേണൽ എൻട്രി എഴുതിയതിൻ്റെ താഴെ നമ്മൾ എന്താണ് ആ ജേണൽ എൻട്രി, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നതിൻ്റെ ചെറിയൊരു വിശദീകരണം കൊടുക്കുന്നതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. ജേണൽ എൻട്രിയുടെ താഴെ എഴുതുന്നതാണ് നരേഷൻ. അടുത്ത ചോദ്യം, ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ആൻസർ ബയ്യർ. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ബയ്യർ.
അടുത്ത ചോദ്യം, അസറ്റ്സ് അക്വയർഡ് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. അസറ്റ് അക്വയർഡ് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. അസറ്റ് അക്വയർഡ് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. ബിസിനസ്സിൻ്റെ ദീർഘകാല ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള അസറ്റിനെ എന്താണ് പറയുന്നത്? ആൻസർ ഫിക്സഡ് അസറ്റ്. ആൻസർ ഫിക്സഡ് അസറ്റ്. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദി ബിസിനസ് ഈസ് കോൾഡ്. എ പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദി ബിസിനസ് ഈസ് കോൾഡ്. ബിസിനസ്സിന് പണം നൽകുവാനുള്ള വ്യക്തിയെ എന്താണ് പറയുന്നത്? ആൻസർ ഡെപ്റ്റർ. പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദി ബിസിനസ് ഈസ് കോൾഡ് ഡെപ്റ്റർ. ആൻസർ ഡെപ്റ്റർ. അടുത്ത ചോദ്യം, IFSC ഈസ് ദി ഷോർട്ട് ഫോം ഓഫ്. ചോദ്യം, IFSC ഈസ് ദി ഷോർട്ട് ഫോം ഓഫ്. ആൻസർ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC ഈസ് ദി ഷോർട്ട് ഫോം ഓഫ്. ആൻസർ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അടുത്ത ചോദ്യം, പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ വാസ് റിട്ടൺ ബൈ. പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ വാസ് റിട്ടൺ ബൈ. ആൻസർ ഡ്യൂപ്പർനിക്സ്. People Bank of Northern India was written by. Answer Dupernix. അടുത്ത ചോദ്യം, വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ. വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ. വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദി ഇയർ. ആൻസർ 2004. ആൻസർ 2004. വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത് 2004. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദി ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക്. ഡാഷ് ഈസ് ദി ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക്. ആൻസർ FDB. ആൻസർ FDB. ഡാഷ് ഈസ് ദി ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക്. ആൻസർ FDB. അടുത്ത ചോദ്യം, നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓപ്പറേറ്റ് ദി മാസ്ക്. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓപ്പറേറ്റ് ദി മാസ്ക്. മാസ്ക് പദ്ധതി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? മാസ്ക് പദ്ധതി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ KSEB. ആൻസർ KSEB. KSEB. അടുത്ത ചോദ്യം, ഇൻ കേരള ലോങ് ടൈം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ആൻഡ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ആർ ഹാവിംഗ് ഡാഷ് ട്രയർ സ്ട്രക്ചർ. കേരളത്തിലെ ദീർഘകാല വായ്പാ സഹകരണ സംഘങ്ങളും ഹൗസിംഗ് സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നതിൻ്റെ ഘടന എന്ന് പറയുന്നത് എത്ര ട്രയർ സ്ട്രക്ചറാണ്? ആൻസർ 2. ആൻസർ 2. In Kerala, long-term credit cooperative and housing cooperative are having dash tier structure. Answer 2 tier structure. 2 tier structure. Two tier structure ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, the area of operation of area of operation of PCA RDB is confined to. Answer 1 taluk.